പരാതിയെക്കുറിച്ച് ഇന്ന് PV അൻവർ പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് 18നോട് അദ്ദേഹം സംസാരിച്ചു. പല നിർണായക അന്വേഷണ വിവരങ്ങളും റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി അറിയാതെ P. ശശി തടഞ്ഞുവെച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അൻവർ വീണ്ടും ഉന്നയിക്കുന്നത്. ഇതിലെ വസ്തുത പാർട്ടി അന്വേഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശ്രീ PV അൻവർ MLA ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അങ്ങ് അക്കമിട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പതുക്കെ സർക്കാർ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം, സുജിത് ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം, എന്താണ് ഈ പ്രതികരണം? നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ പോയി ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലെ അടിസ്ഥാനപരമായ എഴുതി കൊടുത്ത കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കേണ്ട സംഗതികളാണ്. എയർപോർട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 100 ചില്ലാനം പാസഞ്ചേഴ്സിനെയാണ് അവർ കേസെടുത്തിട്ടുള്ളത്. ആ 100 ചില്ലാനം പാസഞ്ചേഴ്സിനെയും എന്ത് വേണം, ഈ പറയുന്ന അന്വേഷണ സംഘം അവരെ കണ്ടെത്തണം. സ്വാഭാവികമായിട്ടും അഡ്രസ്സും കാര്യങ്ങളും കോടതി കിടക്കുന്നതല്ലേ. അവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇവർ പിടിച്ചത്, ഏതൊക്കെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എത്രത്തോളമാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന പുറം ലോകം കാണാത്ത വിധം മയക്കുമരുന്ന് കേസിൽ അവരെ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ അവരെങ്ങനെയാണ് തയ്യാറെടുപ്പിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോഴേ ഇത് തെളിയുള്ളൂ. ആ തരത്തിലേക്ക് അന്വേഷണം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് താഴേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. P. ശശിക്കെതിരെ അങ്ങ് പരാതി എഴുതി കൊടുത്തു. കഴിഞ്ഞ ദിവസം പ്രത്യേക ദൂതൻ വഴി അയച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങ് നൽകുന്ന പരാതി പാർട്ടി എത്രമാത്രം ഗൗരവത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഗൗരവത്തിൽ, വളരെ ഗൗരവത്തിൽ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു പാർലമെന്ററി പാർട്ടി മെമ്പർ കൂടിയായ ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അത് വളരെ ഗൗരവത്തിൽ പാർട്ടി അന്വേഷിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്? അതിൽ പരാമർശിച്ച കാര്യം നമുക്ക് പുറത്തു പറയാൻ പറ്റുന്നതല്ല. അത് പാർട്ടിയുമായ ഇന്റേണൽ കാര്യങ്ങളാണ്, പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഈ ADGPയുടെ ഈ ഒരു നിയമലംഘനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഈ ശശി തടഞ്ഞു വെക്കുന്നുകൊണ്ടായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. അതായത് പല സുപ്രധാന വിവരങ്ങളും P. ശശി മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചു അല്ലേ? ഇൻക്ലൂഡിങ് ഇപ്പോൾ ഈ പറയുന്ന ADGPയുടെ BJP നേതാക്കളുമായിട്ടുള്ള RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സന്ദീപാനന്ദഗിരിയുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ചു, അത് വഴിതിരിച്ചു വിടാൻ പോലീസിലെ ആദ്യ സംഘം പരിശ്രമിച്ചു എന്ന് രണ്ടാമത് കേസ് അന്വേഷിച്ച DYSP കൊടുത്ത റിപ്പോർട്ട്, അത് പൊരുത്തപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും പ്രമാദമായ പാർട്ടിയുടെ ഏറ്റവും എന്താ പറയുക ത്യാഗോജ്വലമായ സമരം നടത്തിയതാണ് സോളാർ കേസ്. ആ സോളാർ കേസിൽ ആ പറയുന്ന പരാതിക്കാരിയായ സരിതയെ സ്വാധീനിച്ചത് ഈ അജിത് കുമാറാണ് എന്ന് അവർ തന്നെ പറയുന്നു. അതിൻ്റെ കാരണങ്ങൾ അവർ എണ്ണി പറയുന്നു. അതിനുശേഷം എന്താണ് CBIക്ക് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത് അവരാണെന്ന് പറയുന്നു. CBI അന്വേഷണം തുടങ്ങിയപ്പോൾ ഈ കേസ് ആരന്വേഷിച്ചാലും തെളിയില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞാൽ നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ സഹായിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ, നിങ്ങളുടെ ജീവിതം സെറ്റിൽ ചെയ്യാൻ കഴിയും, നിങ്ങൾ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ മൊഴി മാറ്റണം എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഈ പാർട്ടിയെ പ്രതിസന്ധിയാക്കിയുള്ള കാര്യങ്ങളാണ്. ശശിയുടെ അറിവോടെയാണ്. അല്ല, ശശിയുടെ അറിവോടാണോ അല്ലേ എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. എല്ലാത്തിലെയും ഇതിലെ നായകന് ആരാണ്? ADGP അജിത് കുമാറാണല്ലോ. പിന്നെ 3 വർഷത്തോളമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അപ്പോൾ ഒരു IPS ഓഫീസർ, ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. ഇവിടെ വിജിലൻസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, SSB ഉണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. കൊണ്ടോട്ടി അങ്ങാടിയിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിക്കും അവിടെ കടല വറക്കുന്ന സാധാരണക്കായ മനുഷ്യർക്ക് പോലും ഈ കാര്യങ്ങൾ അറിയാം. പിന്നെ എങ്ങനെ ഈ ഒരു സംവിധാനം ഒന്നും അറിയാതെ ഈ കാര്യങ്ങൾ നടത്തി എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതല്ലേ. അപ്പോൾ ആ കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ഈ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ പാർട്ടിയിൽ എത്രമാത്രം പിന്തുണ കിട്ടുന്നുണ്ട് താഴെ തട്ടിൽ നിന്ന്? ഇത് ജനങ്ങളല്ലേ. പാർട്ടി എന്ന് പറയുന്നത് ജനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നേതാക്കളല്ലല്ലോ, ജനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനത്തിൽ ഇവരെല്ലാവരും വരുന്നുണ്ട്, എല്ലാ വിഭാഗം വരുന്നുണ്ട്, എല്ലാ നേതാക്കളും വരുന്നുണ്ട്. അപ്പോൾ ഒരു ജനകീയമായ വിഷയമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത്. അത് എൻ്റെ വലിപ്പമല്ല. ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, സത്യം പുറത്തു വരണമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തോടൊപ്പമല്ലേ പാർട്ടി നിൽക്കുന്നു. അവർ PV അൻവറിനോടൊപ്പം അല്ലല്ലോ നിൽക്കണമെന്നല്ലേ ഞാൻ പറയുന്നത്. ഈ പാർട്ടി ഒരിക്കലും സമ്മർദ്ദത്തിലാകുന്ന ഒരു പാർട്ടിയല്ലല്ലോ ഇത്. ഇതിൽ വസ്തുത ഉണ്ടെങ്കിൽ ആ പാർട്ടി നിലപാട് സ്വീകരിക്കുമല്ലോ. എന്താണെങ്കിലും ഇനി ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടത്തി ശരിയായ തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു.
അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടിയിലേക്ക് എത്തും. ഒപ്പം തന്നെ ADGPക്കെതിരായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ അതിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും PV അൻവർ അഭിപ്രായപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ഉടൻ തുടങ്ങും. ഇനി വിജിലൻസ് സംഘം രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഇപ്പോൾ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ്. കാരണം വിജിലൻസ് അന്വേഷണം കൂടി വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ക്രമസമാധാന പാലന ചുമതലയിൽ ADGP MR അജിത് കുമാറിന് തുടരാൻ പറ്റുക എന്നുള്ള ചോദ്യം കൂടുതൽ ശക്തമാക്കും. CPI പോലെയുള്ള പാർട്ടികൾ ഈ ആവശ്യം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്.